നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാനുണ്ട്. മുരിങ്ങയില പൊട്ടിക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ പറമ്പ് കാണുന്നതാണ്. ഇവർ ചേച്ചിയുടെ കുട്ടികളാണ്, ദുബായിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ നാടും ഈ കൃഷിയൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവരൊപ്പം പോയി കണ്ടാലോ. ഇത് നമ്മൾ മുന്നേ നട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൈനാപ്പിളാണ്. ഏകദേശം നന്നായിട്ട് എല്ലാതും നന്നായിട്ട് വലുതായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൈനാപ്പിള്? പൈനാപ്പിൾ കണ്ടിട്ടുണ്ടാവും. പൈനാപ്പിളിന്റെ ചെടി കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ പൈനാപ്പിൾ ഉണ്ടാവണേന്ന്? അതെ, ഇതാണ് നമ്മുടെ പൈനാപ്പിളിന്റെ ചെടി. ഇതിന്റെ ഇവിടെ ആയിട്ടാണ് പൈനാപ്പിൾ ഉണ്ടാവുക. ഇതേ ഈ ചെടി വേണ്ട, ശ്രദ്ധിച്ചാ നിങ്ങൾ കണ്ട മുള്ള് കണ്ട മുള്ള്? ഇതാണ് പൈനാപ്പിളിന്റെ ചെടി. പൈനാപ്പിൾ ഇതും ഉണ്ടാവുക. നീ മറക്കൂ ഇത്? എവിടെ നിന്ന്? ഇനി അടുത്ത 2 വർഷം കണ്ട് വരാം. അപ്പോൾ ഇതൊക്കെ മറന്നുണ്ടാവും. നമ്മുടെ ആശാല് പിന്നെ ഇതൊന്നും ഒന്നുമല്ല, ഒക്കെ തല്ലി പൊളിച്ച് ചീത്തയാക്കാനാണ് നോക്കണത്. ഇതിന്റെ അടുത്ത സാധനം കാണാം. ഇനി നമുക്ക് മുരിങ്ങയില കാണിച്ചു കൊടുക്കാം അവർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് തോരൻ വയ്ക്കാനായിട്ട് മുരിങ്ങയില പൊട്ടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് മുരിങ്ങയില പൊട്ടിച്ചിട്ട് പോവാം. മുരിങ്ങയില നമ്മുടെ പറമ്പിക്കയില ഉണ്ടാകുന്ന മരണ്ടത് മുരിങ്ങ മരം. പറഞ്ഞു എന്താണ് മുരിങ്ങയില? അവർക്ക് പറ, അവർക്ക് പറഞ്ഞേ എന്തോ ഒരു ഭാഷ. മുള്ളുണ്ടാവും, മുള്ള് തൊട്ട് നോക്കി അപ്പൊ അത് വാടും. ഇത് പൂവുമല്ലടാ വാട, ഇലയമ്മ തൊട്ട വാടും. ഉണ്ടാ വാടിപ്പോയില്ലേ? ഉണ്ടാ എന്താ കശ്മീനോട്ടോ അങ്ങനെയല്ലോ പറയാ തൊട്ടാടി. നമ്മുടെ മുരിങ്ങലാട്ടാ നമ്മൾ വെട്ടി നിർത്തിയിട്ട് പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. നമ്മൾ ഇതൊരു വലിയ മരമായിരുന്നു. നമ്മളത് വെട്ടിയിട്ട് വേണ്ട, മഴ പെയ്തപ്പോൾ പൊടിഞ്ഞ് നല്ല എന്താ പറയുക കിളിർന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാം. മമ്മ മതിയില്ലേ? ഇത്ര മതിയില്ലേ? നമ്മളെ അത്യാവശ്യം വച്ചിട്ടുണ്ട്. തോരൻ വയ്ക്കാനായിട്ട് മതിയാവും, തോരൻ വയ്ക്കാനായിട്ട്. പക്ഷെ ഇതേ പെട്ടെന്ന് തന്നെ നമ്മൾ തോരൻ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോ. ഞാൻ പറഞ്ഞില്ലേ കിളിർണ്ട തളിർന്ന് വരണുള്ളൂ. ഇത് നോക്കിയേ, മഞ്ഞപ്പൊടി കൂട്ടാനുള്ള മഞ്ഞപ്പൊടിയൊക്കെ ഇടില്ലേ, യെല്ലോ പൗഡർ, അതായത്. പക്ഷെ ഇത് അപ്പടി കാട് പിടിച്ചേക്കുക, അതൊന്നും നിങ്ങൾക്ക് അധികം കാണിച്ചു തരുന്നില്ല. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പറിക്കണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടാം. നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ ഉണ്ടായത് പറിച്ചതാണ്. അത് പറിച്ച് നമ്മൾ പുഴുങ്ങി പൊടിച്ചൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കശുമാവ് ഉണ്ടോ, നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. നമുക്കിവിടെ മുകളിൽ നിറയെ കശുമാവാണ്. കഷ്ണത്ത് കിട്ടില്ലേ? കഷ്ണത്ത് കഷ്ണത്തുണ്ടായതുണ്ടോ? അയ്യോ, പറിച്ചിട്ട് തിന്നാനായിട്ടില്ല. അതിന് ചെറുതല്ലേ, ഞാൻ വലുതാവണം. വലുതായിട്ട് നമ്മൾ പറിച്ച് ഉണക്കി ചുട്ട് പൊട്ടിച്ച് കഷ്ണം ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കുള്ളി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് കപ്പ. കപ്പ അത് പറഞ്ഞറിയോ? അയ്യോ ടാപ്പിയാക്കോ ഇതൊക്കെ ഒടിക്കുന്നതാണ്. നമ്മളത് ലേറ്റസ്റ്റ് ആയിട്ട് നട്ടുണ്ടായിരുന്നതാണ്. ഈ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ്. കാരണം എല്ലാം അവന് കളിക്കുന്ന സാധനങ്ങളാണ്, അതായത് എല്ലാം കുടിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ പ്ലാവും തൈ കണ്ടത്, നമ്മൾ കുറച്ച് പ്ലാവും കൂടി നട്ടിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ. ഇതാണത്, ഇത് ധനസൂര്യാണ് ഇതിൻ്റെ ഇനം. മാത്രമല്ല അത് അവിടെയും നട്ടിട്ടുണ്ട്, ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാവ് നട്ടിട്ടുണ്ട് നമ്മൾ. നമ്മുടെ അവിടെ അത്യാവശ്യം നന്നായിട്ട് പപ്പായ ഉണ്ട്. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പപ്പായ പൊട്ടിക്കാം. പപ്പായ പൊട്ടിച്ചിട്ട് മെയിനായിട്ടുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് കുറച്ചധികം പപ്പായ പൊട്ടിക്കാം.
അത് പൊട്ടിച്ചതിൻ്റെ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. പപ്പായ നന്നായിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. നല്ലതാണ്. നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഇതാക്കാം. പിന്നെ പപ്പായ കൊണ്ട് അച്ചാറൊക്കെ ഇടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചാറും ഇടാം. അച്ചാറിടാൻ എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് അച്ചാറിടാം. നമ്മുടെ നാടൻ കടപ്പ്ളവാണ് നമ്മുടെ പറമ്പിലുള്ളത്. നോക്കിയേ, കടച്ചക്ക കഴിക്കാറില്ലേ? കടച്ചക്ക ആൾക്കറിയാം. എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പറമ്പിലുള്ള നാടൻ കടപ്പ്ളവാണ്. ഇങ്ങനെയൊക്കെ പറ്റില്ല. നമ്മുടെ പറമ്പിലത്തെ അടക്കയും കൂടി നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ മെയിൻ സംഭവം അതല്ലേ. നോക്കി മോളിക്ക് നോക്കി. അടക്ക എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വലിയ വഴിയില്ല അല്ലേ? ഇല്ല. അടക്കയുടെ ഇംഗ്ലീഷ് കിട്ടുന്നില്ല. വീണ്ടും ഇംഗ്ലീഷ്. ഇനി നമ്മുടെ പറമ്പിൽ എന്താ പറയുക, പേരക്കായ ഉണ്ട്. പേരക്ക ഉണ്ടായിരുന്നു നോക്കാം. മൂത്തിടുന്നോന്ന് പേരയ്ക്ക ഒരുപാടുണ്ട്, പക്ഷെ മൂത്തത് കിട്ടാനാണ് പാട്. പിന്നെ ഇവിടെ പറമ്പിലതായാണ് കുറേ കിളികളൊക്കെ വന്ന് തിന്നിട്ട് പോകും. ഇത് ഏകദേശം മൂത്തുണ്ടല്ലേ? ആയിട്ടില്ല. നമുക്ക് കുറച്ച് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ റെഡി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? എങ്ങനെയുണ്ട് പറമ്പൊക്കെ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി എല്ലാ ഫ്ലവേഴ്സ് പൊട്ടിക്കുക. എന്തിനാണ് ഫ്ലവേഴ്സ് പൊട്ടിക്കണേ? വീക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. മറക്കണ്ട, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിച്ചോളൂ കേട്ടോ. ഓക്കെ, ടാറ്റാ.